أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قل رب إما تريني ما يوعدون رب فلا تجعلني في القوم الظالمين وإنا على أن نريك ما نعدهم لقادرون. صدق الله العظيم. സൂറത്തുൽ മുഅ്മിനൂൻ 93, 4, 5. ഖുൽ, നബിയെ താങ്കൾ പറയുക, റബ്ബി എൻ്റെ നാഥ, ഇമ്മാ തുരിയന്നി, നീ എന്നെ കാണിക്കുകയാണെങ്കിൽ. ഇൻ പ്ലസ് മായാണ് ഇമ്മ. തുരിയന്നി തറ എന്ന് പറഞ്ഞാൽ അറ കാണിച്ചു എന്നതിൽ നിന്ന് വരുന്ന വാക്കാണ്. മാ യു അദൂൻ, അവർ ഭീഷണിപ്പെടുത്തപ്പെടുന്നത് അല്ലെങ്കിൽ അവർ താക്കീത് ചെയ്യപ്പെടുന്നത്. ഫലാ തജ്അൽനി, അപ്പോൾ നീ എന്നെ ആക്കരുതേ. ഫിൽ ഖൗമിൽ ളാലിമീൻ, അക്രമികളായ ഈ ജനത്തിൽ. വഇന്നാ, നിശ്ചയം നാം, അലാ അൻ നുരിയക, നാം താങ്കൾക്ക് കാണിച്ചു തരുന്നതിന്, മാ നഇദുഹും, നാം അവരെ താക്കീത് ചെയ്യുന്നതിന്, ലഖാദിറൂൻ, കഴിവുള്ളവൻ തന്നെയാകുന്നു. ഈ ആയത്തുകൾ അള്ളാഹുവിനോടുള്ള ഒരു ചോദ്യവും അതിന് അള്ളാഹു പറയുന്ന മറുപടിയുമാണ്. ഇത് പറയാൻ കാരണം, നേരത്തെ 76-ാമത്തെ ആയത്തിൽ വലഖദ് അഖദ്നാഹും ബിൽ അദാബി ഫമസ്തകാനു ലി റബ്ബിഹിം വമാ യതളറഊൻ, അവരെ ശിക്ഷ കൊണ്ട് പിടികൂടുകയാണെങ്കിലും അവർ റബ്ബിന് കീഴ്പ്പെടുകയല്ല ചെയ്യുക എന്ന് പറഞ്ഞു. പിന്നെ ഹത്താ ഇദാ ഫതഹ്ന അലൈഹിം ബാബൻ ദാ അദാബിൻ ഷദീദിൻ ഇദാ ഹും മുബ്ലിസൂൻ, നരകശിക്ഷ കാണുമ്പോൾ അവർ നിരാശരാകും എന്നും സൂചിപ്പിച്ചല്ലോ. അങ്ങനെ പരലോകത്ത് ഉണ്ടാകുന്ന നരകശിക്ഷ കാണുമ്പോൾ നിങ്ങൾ എന്തായാലും അംഗീകരിക്കും എന്നതാണല്ലോ അതിലെ സൂചന. അതുകൊണ്ട് തന്നെ അവരതിനൊരു മറുപടി പറഞ്ഞിട്ടുണ്ട്. അത് 83-ാമത്തെ ആയത്തിലാണ്, കുറച്ച് താഴെ. ലഖദ് വഅദ്നാ നഹ്നു വ ആബാഉന ഹാദാ മിൻ ഖബ്ലു ഇൻ ഹാദാ ഇല്ലാ അസാത്തീറുൽ അവ്വലീൻ. ഇമാതിരി ഭീഷണികളൊക്കെ ഞങ്ങൾക്കും ഞങ്ങളുടെ പൂർവ്വപിതാക്കൾക്കും മുമ്പും ഉണ്ടായിട്ടുണ്ട്. ഇതൊക്കെ പൗരാണികരുടെ കെട്ടുകഥകൾ മാത്രമാണ് എന്ന് അവർ പറഞ്ഞു. അങ്ങനെ അതിനെ സംബന്ധിച്ചാണ് പിന്നീട് കെട്ടുകഥയല്ല, ഇത് ആലോചിച്ചാൽ തന്നെ പിടുത്തം കിട്ടുന്നതാണ്, ശരിയാണെന്ന് ബോധ്യപ്പെടുന്നതാണ് എന്ന് ബോധ്യപ്പെടുത്താനാണ് പിന്നീട് ചോദ്യങ്ങളും ഉത്തരങ്ങളുമായിട്ട് ചിന്തിക്കേണ്ട യാഥാർത്ഥ്യങ്ങൾ എന്ന നിലയിൽ കുറേ കാര്യങ്ങൾ പറഞ്ഞത്. പിന്നെ അവർ പറയുന്നത് കള്ളമാണ്, അഥവാ ഇത് കെട്ടുകഥയാണ് എന്നതും കള്ളമാണ്. അതുപോലെ തന്നെ അവർ കൊണ്ടു നടക്കുന്ന അള്ളാഹുവിൻ്റെ മക്കളാണ് മലക്കുകൾ പോലെയുള്ള വാദങ്ങളും അതൊക്കെ കള്ളമാണ്, അള്ളാഹു തആല അതിൽ നിന്നൊക്കെ ഉന്നതനാണ് എന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ അവർക്ക് നൽകപ്പെടുന്ന താക്കീതുകൾ അത് കെട്ടുകഥയല്ല, യാഥാർത്ഥ്യമാണ്. അത് യാഥാർത്ഥ്യമാണ് എന്ന് തോന്നിയാൽ സ്വാഭാവികമായും അത് തോന്നിയ ആരും ചെയ്യേണ്ട പണി എന്താണ്? ഒരു സാധനം കൊണ്ട് കളിക്കുമ്പോൾ അത് അപകടം വരുമെന്ന് പറയുന്നു. അപകടം വരുന്ന കളിയാണ് കളിക്കുന്നത് എന്ന് പറഞ്ഞിട്ടും കളിക്കുന്നവൻ കളി നിർത്തുന്നില്ല. എങ്കിൽ പിന്നെ പറയുന്നവൻ എന്താണ് ചെയ്യുക? അവനീ കളിക്കുന്ന കളിയോണ്ട് ഇപ്പം തകർച്ചയുണ്ടാകും, അല്ലെങ്കിൽ അതിപ്പോൾ പൊട്ടിത്തെറിക്കും, അല്ലെങ്കിൽ അതിപ്പോൾ ഇടിഞ്ഞു വീഴും. അതുകൊണ്ട് അത് എനിക്ക് ബാധിക്കാതിരിക്കാൻ എന്താ വഴിയെന്നാണല്ലോ പിന്നെ ആലോചിക്കേണ്ടത്. അങ്ങനെ അവൻ മാറി നിൽക്കുകയാണ്, അല്ലെങ്കിൽ അവൻ
ഇതിപ്പോൾ പൊട്ടുമെന്ന് വിചാരിച്ച് ഓടി രക്ഷപ്പെടുകയാണ് എന്നൊക്കെ കാണുമ്പോൾ ഈ കളിക്കുന്നവനിൽ ഉണ്ടാകും ഒരു പ്രതികരണം. അത് എന്നതുപോലെ അവർ ശിക്ഷ വരുമ്പോഴേ ഇനി ബോധ്യം വരികയുള്ളൂ എന്ന് താക്കീത് നൽകുമ്പോൾ അതൊക്കെ കെട്ടുകഥയാണ് എന്ന് പറയുമ്പോൾ അത് കെട്ടുകഥയല്ല എന്ന് ബോധ്യമുള്ളയാൾ സ്വാഭാവികമായി പറഞ്ഞു പോകുന്നൊരു വർത്തമാനമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പ്രാർത്ഥിക്കാൻ അല്ലാഹു തആല ആവശ്യപ്പെടുന്നത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അത് ബാധിക്കുകയില്ല എന്ന് അള്ളാഹുവിന് ഇങ്ങോട്ട് അറിയിച്ചാൽ പോരെ? അല്ല, പരിശുദ്ധ ഖുർആനിൽ പല സ്ഥലത്തും അഭിസംബോധിതരുടെ ശ്രദ്ധ കൂടി അതിലേക്ക് തിരിക്കുന്ന തരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടുകയാണ് ചെയ്യുക. ഒരുപാട് വന്നിട്ടുണ്ട് മുമ്പ്. ഉദാഹരണമായി സൂറത്ത് ആല ഇമ്രാനിൽ വഖുർ റബ്ബി അൻസിൽനി ഖുലില്ലാഹുമ്മ മാലിക്കൽ മുൽക്കി തൂത്തിൽ മുൽക മൻ തശാഉ വ തൻസിഉൽ മുൽക മിമ്മൻ തശാഉ എന്ന് പ്രാർത്ഥിക്കാൻ പറയുന്നുണ്ട്. അതുപോലെ തന്നെ സൂറത്തുൽ ഇസ്രായിൽ റബ്ബി അഖ്രിജ്നി മുഖ്റജ സിദ്ഖിൻ വദ്ഖിൽനി മുദ്ഖല സിദ്ഖിൻ വജ്അൽനി മിൻ ലദുൻക നസീറ. സത്യത്തിൻ്റെ പേരിലുള്ള പോക്കും സത്യത്തിൻ്റെ പേരിലുള്ള പ്രവേശനവും അധികാരശക്തിയെ സഹായമായിട്ടൊരു അധികാരശക്തിയും തരണമേ എന്ന് താങ്കൾ പ്രാർത്ഥിക്കൂ എന്ന് അവിടെ പറയുന്നതും കാണാൻ കഴിയും. സ്വാഭാവികമായിട്ടും ആ പ്രാർത്ഥന ഒരേ സമയം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആത്മവിശ്വാസം നൽകുന്നതും എതിരാളികൾക്ക് താക്കീത് നൽകുന്നതുമാണ്. അത്തരത്തിലുള്ള അതിനേക്കാൾ പ്രസക്തമായൊരു പ്രാർത്ഥനയാണ് വഖുർ ഖുൽ റബ്ബി ഇമ്മാ തുരിയന്നി മാ യുഅദൂൻ റബ്ബി ഫലാ തജ്അൽനി ഫിൽ ഖൗമിൽ ളാലിമീൻ. പടച്ചവനെ, നീ അവരെ താക്കീത് നൽകുന്നത് ഞാൻ കാണുക തന്നെ നടക്കുകയാണെങ്കിൽ എന്നെ അതിൽ കൊടുക്കരുതേ എന്നാണ് പ്രാർത്ഥനയുടെ അർത്ഥം. പരിശുദ്ധ ഖുർആനിൽ മറ്റു പല സ്ഥലത്തും ഇത് വന്നത് കാണാൻ കഴിയും. ഉദാഹരണമായിട്ട് വഇമ്മാ നുരിയന്നക ബഅദല്ലദീ നഅിദുഹും ഔ നതവഫയന്നക ഫഇലൈനാ മർജിഉഹും. നാം താങ്കളെ അവരെ താക്കീത് ചെയ്യുന്ന ചിലത് കാണിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ അതിൻ്റെ മുമ്പ് താങ്കളെ വഫാത്താക്കുകയാണെങ്കിലും ഫഇലൈനാ മർജിഉഹും, അപ്പോൾ നമ്മിലേക്കാണ് അവരുടെ മടക്കം. സൂറത്ത് യൂനുസിലെ 46-ാമത്തെ ആയത്തിൽ, സൂറത്തു റാഅദിലെ 40-ാമത്തെ ആയത്തിലും ഇതേപോലെ തത്തുല്യമായ ഒരു പ്രയോഗം കാണാൻ കഴിയുന്ന ഏതാണ്ട് അതേ വാചകത്തിൽ തന്നെ. അവിടെയൊക്കെ താങ്കൾ കാണുക അവരെ ശിക്ഷിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ താങ്കൾ അതിൻ്റെ മുമ്പ് മരണപ്പെട്ടു പോകുകയാണെങ്കിൽ, എന്നാലും അള്ളാഹുവിൻ്റെ താക്കീതിൽ നിന്ന് താങ്കൾ ഉണ്ടെങ്കിലും താങ്കൾ ഇല്ലെങ്കിലും അവർ രക്ഷപ്പെടുകയില്ല എന്നാണ് അവിടെ പറഞ്ഞത്. ഇവിടെ പറയുന്നത് ഞാനത് കാണേണ്ടി വരികയാണെങ്കിൽ ഞാനതിൽ കുടുങ്ങാതിരിക്കണേ എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സഹിയായി ഉദ്ധരിക്കപ്പെട്ട പ്രാർത്ഥനയിൽ നമുക്ക് കാണാൻ കഴിയും. ഇന്നറത്ത ബിഇബാദിക ഫിത്നതൻ ഫഖ്ബിദ്നി ഇലൈക ഗൈറ മഫ്തൂനീൻ. റസൂലുള്ളാഹിന്റെ പ്രാർത്ഥനയാണ്, നീ നിന്റെ അടിമകൾക്ക് വല്ല ഫിത്നയും ഉദ്ദേശിച്ചാൽ ഫിത്നയിൽ അകപ്പെടാത്തവനായിട്ട് എന്നെ നീ പിടിച്ചെടുക്കണേ എന്നാണ് പ്രാർത്ഥിക്കുന്നത്. അഥവാ ഞാൻ മരിക്കുന്നത് നിന്റെ ശിക്ഷയും താക്കീതുമൊന്നും ബാധിക്കുന്നവരിൽ പെട്ടവനായിട്ടല്ല. അങ്ങനെ പ്രാർത്ഥിക്കാനൊരു കാരണമുണ്ട്. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഫിത്ന ബാധിക്കുമോ? റസൂലുള്ളാഹിനെ ഫിത്ന ബാധിക്കാം. അത് ഖുർആൻ തന്നെ സൂചിപ്പിക്കുന്നുണ്ട്, വത്തഖൂ ഫിത്നതല്ല തുസീബന്നല്ലദീന ളലമൂ മിൻകും ഖാസ്സ. നിങ്ങളിൽ നിന്ന് അക്രമം ചെയ്തവരെ അല്ലാതെ മൊത്തത്തിൽ പിടികൂടുന്ന, അക്രമികളെ മാത്രമല്ലാതെ പിടികൂടുന്ന ശിക്ഷയെ സൂചിപ്പിക്കുക. ആയിഷ റളിയല്ലാഹു അൻഹ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, ഈ ആയത്ത് കേട്ടപ്പോൾ താങ്കളെപ്പോലുള്ള നല്ല മനുഷ്യരൊക്കെ ഉണ്ടായിരിക്കെ എല്ലാവരെയും കൂടി അള്ളാഹു തആല ശിക്ഷിക്കുമോ എന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറുപടി, നഅം ഇദാ കസുറൽ ഖബുസ്, അതെ, ചീത്ത അധികരിച്ചാൽ. ഇങ്ങനെ ചീത്ത അധികമായാൽ ആരും രക്ഷപ്പെടുകയില്ല. അപ്പം അങ്ങനെ അവരെ താക്കീത് നൽകുന്ന ശിക്ഷ ഞങ്ങൾ കാണുക സംഭവിക്കുകയാണെങ്കിൽ ഞങ്ങളെ അതിൽ നിന്ന് രക്ഷിക്കണേ എന്ന്. മറ്റൊരു കാര്യവും കൂടി അതിലുണ്ട്. അത് സ്വയം രക്ഷപ്പെടും ഞാൻ എന്ന് പറയുകയല്ല. എല്ലാ നബിമാരും അവരുടെ അനുയായികളുമൊക്കെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെട്ടത്
അള്ളാഹു അവിടെ തന്നെ സൂചിപ്പിക്കുന്നത് പോലെ ബി റഹ്മത്തി മിന്ന, നമ്മുടെ കാരുണ്യം കൊണ്ടായിരുന്നു എന്നാണ്. അള്ളാഹുവിൻ്റെ കാരുണ്യത്താലാണ്. സ്വാഭാവികമായിട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കും അത് ഭയപ്പെടുകയും അതിൽ നിന്ന് അള്ളാഹിൻ്റെ കാരുണ്യം കൊണ്ട് രക്ഷപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കുകയും മാത്രമേ വഴിയുള്ളൂ. ശിക്ഷ കാത്തിരിക്കുന്നതിനെ സംബന്ധിച്ച് പറഞ്ഞ എടുത്ത് കാണാൻ കഴിയും. ഫന്തളിറു ഇന്നി മഅക്കും മിനൽ മുന്തളിരീൻ, നിങ്ങൾ കാത്തിരുന്നു കൊള്ളൂ, ഞാനും കാത്തിരിപ്പുകാരനാണ്. അഥവാ അല്ലാഹു തആല രക്ഷിച്ചാൽ രക്ഷപ്പെടും. അതുപോലെ തന്നെ അല്ലാഹു തആല ശിക്ഷിക്കുമ്പോൾ ശിക്ഷ കാണും. അല്ലാതെ സ്വന്തം നിലയിൽ ശിക്ഷിക്കാനോ സ്വന്തം നിലയിൽ രക്ഷപ്പെടാനോ രണ്ടും കഴിയുന്നവനല്ല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പോലും. അതുകൊണ്ട് അള്ളാഹുവിനോട് ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ അള്ളാഹുവിനോട് തേടുകയല്ലാതെ വഴിയില്ല എന്ന് വിശുദ്ധ ഖുർആനിൻ്റെ അനുകൂലികളെയും എതിരാളികളെയും, എല്ലാ കാലത്തുമുള്ള അനുകൂലികളെയും എതിരാളികളെയും ധൈര്യപ്പെടുത്തുന്നതാണ് വരികൾക്കിടയിലൂടെ ഈ ആയത്ത്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പ്രാർത്ഥിക്കാൻ പറയുന്നത്. എന്നിട്ട് ആ പ്രാർത്ഥനയ്ക്ക് അല്ലാഹു തആല പറയുന്ന മറുപടിയാണ് പിന്നെ വഇന്ന അല അൻ നുരിയക മാ നഇദുഹും ലഖാദിറൂൻ. അവർ കെട്ടുകഥയാണ് എന്ന് പറയുന്ന സംഗതി ഉണ്ടല്ലോ, അത് അവരെ താക്കീത് ചെയ്യുന്ന ആ ശിക്ഷ താങ്കൾ കാണുക തന്നെ നടത്താൻ നാം കഴിവുള്ളവനാണ്. പിന്നീട് ചരിത്ര സംഭവങ്ങൾ വിലയിരുത്തി നോക്കുമ്പോൾ ഇത് ബദറിനെ പറ്റിയും അതുപോലെ ഇസ്ലാമിൻ്റെ വിജയത്തെപ്പറ്റിയും ഒക്കെയുള്ള സൂചനയാണ് എന്ന് പിന്നീട് മനസ്സിലാകും. അന്നൊരു സൂചന മാത്രമേ ഉള്ളൂ. താങ്കൾ ജീവിച്ചിരിക്കെ താങ്കൾ കാണുക തന്നെ അവരെ താക്കീത് ചെയ്തത് അവരനുഭവിക്കുന്നത് നടത്തുവാൻ നാം കഴിവുള്ളവൻ തന്നെയാണ്. അഥവാ അത് നടക്കാത്ത കാര്യമൊന്നുമല്ല. അപ്പോൾ താങ്കളെ അത് ബാധിക്കാതെ നോക്കാനാണല്ലോ, തന്നെ അത് ബാധിക്കാതെ നോക്കണം എന്നാണല്ലോ അല്ലാഹു തആല പ്രാർത്ഥിച്ചത്. അങ്ങനെ താങ്കൾ കാണും, അവർ ശിക്ഷിക്കപ്പെടുന്നത് താങ്കൾ കാണും. അങ്ങനെ ചെയ്യാൻ അല്ലാഹു തആല കഴിവുള്ളവൻ തന്നെയാണ് എന്ന് ആ താക്കീത് ഒന്നുകൂടി ഉറപ്പിച്ചു പറയുകയാണ്. താങ്കൾ അവിടെ ഉണ്ടായിരിക്കെ തന്നെ, താങ്കൾ കാണുക തന്നെ നടന്ന ശിക്ഷയാണ് ബദർ എന്ന് പറയുന്നുണ്ട്. റസൂലുള്ള കാണുകയാണ് എതിരാളികൾ കൊല്ലപ്പെടുന്നത് എന്ന് മാത്രമല്ല, അബൂജഹലിൻ്റെ മൃതശരീരമിട്ട മൂടിയ കിണറിൻ്റെ വക്കത്ത് ചെന്നിട്ട് ചോദിക്കുകയാണ്, ഇപ്പോൾ ബോധ്യമായോ ഞാൻ പറഞ്ഞത് സത്യമാണോ എന്ന്. അങ്ങനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ കാണുക തന്നെ അള്ളാഹുവിൻ്റെ നടപടിക്രമം നടക്കുന്നത് സംഭവിക്കുകയുണ്ടായി. പിന്നീട് അതിലേക്കൊരു സൂചനയാണ് ഈ ആയത്ത് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞത് കാണാൻ കഴിയും. അള്ളാഹു സുബ്ഹാനഹു വ തആല കുഫറിൻ്റെ പേരിൽ സമൂഹത്തിന് വരുന്ന ഫിത്നകളിൽ നിന്ന് നമ്മെ സുരക്ഷിതരായിരിക്കുവാൻ നമ്മോട് അള്ളാഹു കാരുണ്യം കാണിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ അല്ലിംനാ മാ യൻഫഉനാ വൻഫഅനാ ബിമാ അല്ലംതനാ റബ്ബനാ സിദ്നാ ഇൽമൻ വഫഹ്മൻ വദിഖ്ഖതൻ വനദ്റ. അല്ലാഹുമ്മ ഇജ്അലിൽ ഖുർആന റബീഅ ഖുലൂബിനാ വനൂറ സുദൂരിനാ വജലാഅ ഹുസ്നിനാ വദഹാബ ഹമ്മിനാ വഗമ്മിനാ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ യാ ഗാഫിറൽ മുദ്നിബീൻ വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹബിഹി വസല്ലം വമൻ തബിഅഹും ബിഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.